ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2000-2500 റേഞ്ചിൽ നിങ്ങളൊരു ഇയർബഡ്സ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ഇയർബഡ്സ് ആണ് CMF ബഡ്സ് എന്ന് പറയുന്ന ഇയർബഡ്സ്. ഓഫർ ടൈമിലൊക്കെ 1800 മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 1800 മുതൽ ഒരു 2000 രൂപയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കില്ലറായിട്ടുള്ള ഡീൽ തന്നെയായിരിക്കും, അതിലൊരു തരത്തിലുള്ള സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ആപ്റ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ CMF ബഡ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇയർബഡ്സ് കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ജെന്യുവൻ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിവ്യൂസ് ആണ് നമ്മുടെ ഓരോ വീഡിയോസിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ജെന്യുവൻ റിവ്യൂസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ CMF ബഡ്സ് വന്നിട്ടുള്ളത്. ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഇയർബഡ്സിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസും സൈഡിലായിട്ട് ഈ ഒരു ഇയർബഡ്സിന്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇയർബഡ്സിന്റെ കേസ് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ 2 പെയർ ഇയർ ടിപ്സും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് യൂസർ മാനുവൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ചാർജിങ് കേബിൾ ലഭിക്കുന്നില്ല. അതെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, കാരണം നമ്മൾ എല്ലാ ഇയർബഡ്സുകൾ വാങ്ങിക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ചാർജിങ് കേബിൾ നമുക്ക് ചവറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന ചാർജർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ഇയർബഡ്സുകൾ ചാർജ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ചാർജിങ് കേബിൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. സോ അത് ഒഴിവാക്കിയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇയർബഡ്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്ഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇതിന്റെ തൊട്ട് മേളായിട്ട് ഒരു റൊട്ടേറ്റിംഗ് വീൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു മിത്ത് തന്നെയുണ്ട്. ഈ ഒരു റൊട്ടേറ്റിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇയർബഡ്സിന്റെ വോളിയം കൺട്രോൾ ചെയ്യാമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി, ഒരു ഡിസൈനിന് വേണ്ടി അവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഇവിടെ സ്ട്രിങ് അല്ലെങ്കിൽ വള്ളിയൊക്കെ കെട്ടി തൂക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കയ്യിൽ ഹാങ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കിത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ പ്രത്യേകിച്ച് ഈ ഒരു വീല് കൊണ്ട് ഒരു തരത്തിലുള്ള യൂസും ഇല്ല. മാറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ കേസ് വന്നിട്ടുള്ളത്. കേസിന്റെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റൊട്ടേറ്റിംഗ് വീല് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് ലോഗോ കാണാൻ വേണ്ടി CMF അല്ലെങ്കിൽ നത്തിങ്ങിന്റെ ലോഗോ കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് തൊട്ട് ഫ്രണ്ടിലായിട്ട് ആ ഒരു LED ഇൻഡിക്കേറ്ററും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പെയറിംഗ് ബട്ടണും ടൈപ്പ് C ചാർജിങ് പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. ഇനി നമ്മൾ കേസിന്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43 ഗ്രാം വെയിറ്റ് ആണ് വന്നിട്ടുള്ളത്. വലിയ വെയിറ്റ് ഒന്നും എനിക്ക് കൈ പിടിച്ചിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ അത്ര കോമ്പാക്റ്റും അല്ല, എന്നാൽ ഒത്തിരി വലിയ സാധനമല്ല. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. സോ പ്രത്യേകിച്ചും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു കേസ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി കേസ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ഇയർബഡ്സിന്റെ കേസിന്റെ ഹിഞ്ചസിനൊക്കെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഹിഞ്ചസ് ഒക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ CMF by Nothing എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് നമ്മുടെ ഇയർബഡ്സ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിംഗിലാണ് ഇയർബഡ്സ് വന്നിട്ടുള്ളത്. ഇയർബഡ്സിന്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഗ്രാം വെയിറ്റ് ആണ് വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ നമുക്ക് ചെവിയിലൊന്നും വെക്കുന്ന സമയത്ത് വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതേപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫിറ്റായിട്ട് നമ്മുടെ ചെവിയിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഊരി പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഫേസ് ചെയ്യത്തില്ല. പിന്നീട് ഇയർ ടിപ്സിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള സിലിക്കൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ലോങ് ടൈമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെവിക്ക് ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ചെവിയിൽ ഊരി പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഫേസ് ചെയ്യത്തില്ല. നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇയർബഡ്സിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ലോഗോ കൊടുത്തേക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. തൊട്ട് മുകളിലായിട്ട് അതിന്റെ ടച്ച് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഒരു ഇയർബഡ്സിൽ 2 മൈക്ക് വീതമാണ് CMF ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. IP54 റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അത് ഓക്കെയാണ്. നമ്മൾ ആരും കൊണ്ട് ഇത് വെള്ളത്തിലൊന്നും ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇയർബഡ്സിന്റെ ഒരു ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ CMF ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇയർബഡ്സിലാണെന്നുണ്ടെങ്കിൽ ഇയർബഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു യൂണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടി CMF ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് വന്നിട്ടുള്ളത്. ലോങ് ടൈമിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് കട്ട് ഓഫ് ആയി പോകുന്ന പ്രശ്നമൊന്നും തന്നെ ഫേസ് ചെയ്തില്ല. അതേപോലെ തന്നെ 15 മീറ്ററിന്റെ വയർലെസ് റേഞ്ചും ഈ ഒരു ഇയർബഡ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു ഇയർബഡ്സിന്റെ പെർഫോമൻസ് ആയിരിക്കും. 12.4 mm ബയോഫൈബർ ഡ്രൈവേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഈ ഇയർബഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചൂസ് ചെയ്യാം. നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. വോക്കലും അതേ രീതിയിൽ തന്നെ ഓരോ ഇൻസ്ട്രുമെന്റ്സും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഈ ഒരു ഇയർബഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോങ് ടൈമിലേക്കൊക്കെ 100% വോളിയത്തിൽ വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവി അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേ രീതിയിലുള്ള വോളിയം നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്വീറ്റസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 70 to
80% ആണ്. ഇതിനുള്ളിൽ നിങ്ങൾ ലോങ് ടൈമിൽ യൂസ് ചെയ്താലും വലിയ പ്രശ്നമില്ല. എങ്കിലും 1 hour യൂസ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം വീണ്ടും യൂസ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ചെവിക്കൊക്കെ നല്ലത്. ഇതിനകത്ത് ഇത്രയും ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടി ഒരു കാരണം എന്ന് പറയുന്നത് നത്തിങ്ങും അതേപോലെ തന്നെ ഡിറാക്കിൻ്റെ കൂടെ ഒരു പാർട്ണർഷിപ്പിലാണ് ഈ ഒരു ഇയർബഡ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിറാക്കിൻ്റെ ഒരു ടച്ച് നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 42 dBയുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കട്ടാക്കിയിട്ട് മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇയർബഡ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അൾട്രാ ബേസ് ടെക്നോളജി 2.0 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ബേസ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നല്ല രീതിയിലുള്ള ബേസ് നമുക്ക് ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയോണ്ടാണ് പറയുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ അല്ല. നത്തിങ്ങോ അല്ലെങ്കിൽ CMFO ഒന്നും തന്നെ റിവ്യൂ യൂണിറ്റ് തരാനുള്ള അത്രയും വലിയ ഗ്രോത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം എത്തും. സോ ഇനി നമുക്ക് ഈ ഒരു ഇയർബഡ്സ് കൂടുതലായിട്ട് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് എക്സ് ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നത്തിങ് എക്സ് ആപ്പിലൂടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ഇക്വലൈസർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മാറ്റി ട്രാൻസ്പെറൻസിയിലോട്ടോ അല്ലെങ്കിൽ അത് ഓഫ് ആക്കിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് ടച്ച് കൺട്രോൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇയർബഡ്സിനെ കൺട്രോൾ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇന്നിയർ ഡിറ്റക്ഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരേ സമയം ഈ ഒരു ഇയർബഡ്സ് 2 ഡിവൈസസിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോണുമായിട്ട് ലാപ്ടോപ്പുമായിട്ട് ഒരേ സമയം കണക്ട് ചെയ്യുക. സോ അത് ബെറ്റർ ആയിട്ടുള്ള ഇതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഇന്നിയർ ഡിറ്റക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു 2500 റേഞ്ചിൽ ഒരു 3000 രൂപ റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി ബഡ്സ് എയർ 6 കിട്ടും. അത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഇതിനകത്തുള്ള ഇന്നിയർ ഡിറ്റക്ഷൻ ഓക്കെയാണ്, ബട്ട് അത്ര ബെറ്റർ ആണെന്ന് പറയത്തില്ല. ഇന്നിയർ ഡിറ്റക്ഷൻ ഓഫ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം ചെവിയൊക്കെ ഇങ്ങനെ നൈസിൽ അനങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പം മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരിക്കും പോസ് ആകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നിയർ ഡിറ്റക്ഷൻ ഓഫ് ആക്കുന്നതായിരിക്കും ബെറ്റർ. സോ നത്തിങ് എക്സ് ആപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നത്തിങ് എക്സ് ആപ്പിനുള്ളത്. അതേ രീതി ക്ലീൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. ഇനിയും ഇതിന്റെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 460 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിൽ അവർ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ 45 mAh കപ്പാസിറ്റിയാണ് ഓരോ ഇയർബഡ്സിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ANC ഇല്ലാതെ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ വരെ സിംഗിൾ പ്ലേ ടൈം നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ANC വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ ഒരു 5.5 മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടോട്ടലി നമുക്ക് ഈ ഒരു ഇയർബഡ്സിന്റെ കേസിലൂടെയും അതേപോലെ തന്നെ നമുക്ക് ഇയർബഡ്സിലൂടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35 മണിക്കൂറിന്റെ പ്ലേ ടൈം ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു കേസ് ചാർജ് ചെയ്യാൻ 0 to 100% ആകാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. അതേപോലെ ഇയർബഡ്സ് 0 to 100% ആകാൻ വേണ്ടി ഏകദേശം ഒരു 1 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾ 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിൻ്റെ പ്ലേ ടൈം ഇയർബഡ്സ് തരും. സോ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ബെറ്റർ ആയിട്ട് എല്ലാ നോർമലി ഉള്ള ഇയർബഡ്സുകൾ തരുന്ന ആ ഒരു ഇയർബഡ്സ് പെർഫോമൻസ്, ബാറ്ററി കപ്പാസിറ്റി പെർഫോമൻസ് ഒക്കെ തന്നെ CMF ബഡ്സ് എന്ന് പറയുന്ന ഇയർബഡ്സും തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു ഇയർബഡ്സിന്റെ കോൾ ക്വാളിറ്റി ആയിരിക്കും. ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വോക്കൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് നിൽക്കുന്നിടത്ത്, ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാഫിക്കിൻ്റെ ഒക്കെ സൗണ്ട്, അതായത് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അതേപടി എടുത്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്തുന്നുണ്ട്. അത്ര വൃത്തികെട്ട രീതിയിലുള്ള കോൾ ക്വാളിറ്റി അല്ല, ഒരു ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന കോളിംഗ് എക്സ്പീരിയൻസ് ഇയർബഡ്സ് തരുന്നുണ്ട്. അതിനൊരു തരത്തിലുള്ള സംശയമില്ല. സോ കോളിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇയർബഡ്സ് ആണ്. പിന്നീട് ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോ ലാഗ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല നോർമലായിട്ടുള്ള ഗെയിമിങ്ങുകളൊക്കെ കളിക്കാം. പ്രൊഫഷണൽ ആയിട്ടുള്ള ഗെയിമിങ്ങിനൊന്നും തന്നെ ഞാൻ വയർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇയർബഡ്സുകളൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. എങ്കിലും നോർമൽ ഗെയിമിങ്ങിനൊക്കെ തന്നെ ഇയർബഡ്സ് യൂസ് ചെയ്യാം. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1800 മുതൽ ഒരു 2000-2300 രൂപയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു ഇയർബഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓഫർ ടൈമിൽ കൺഫേം ആയിട്ടും 1800 രൂപയ്ക്ക്, ഇപ്പോൾ ഈ ബിഗ് ബില്യൺ സെയിൽസിലൊക്കെ 1800 രൂപയ്ക്ക് ഈ ഒരു സാധനം ലഭിക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. അപ്പോൾ ഒരു 2300 രൂപയ്ക്കൊക്കെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീൽ തന്നെയാണ്. എങ്കിലും ഇതേപോലെ തന്നെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇയർബഡ്സ് ആണ് റിയൽമി T300 എന്ന് പറഞ്ഞ ഇയർബഡ്സ്. ഏകദേശം 1 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് റിയൽമി T300 തരുന്നുണ്ട്. ഇതേ രീതിയിൽ ഇതിനെക്കാട്ടിലും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു കോളിംഗ് എക്സ്പീരിയൻസും റിയൽമി T300 തരുന്നുണ്ട്. 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ മാറുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയാൻ റിവ്യൂസൊക്കെ യൂട്യൂബിൽ ഒത്തിരി ഉണ്ട്, നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ CMF ബഡ്സിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. CMF ബഡ്സിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കോളിംഗ് എക്സ്പീരിയൻസ്, മ്യൂസിക് എക്സ്പീരിയൻസ്, നോർമൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം തന്നെ തരുന്ന ഒരു ബെറ്റർ ഡീല് തന്നെയാണ് CMF ബഡ്സ് എന്ന് പറയുന്ന ഇയർബഡ്സ്. ഞാൻ പറഞ്ഞ 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അതേ രീതിയിലുള്ള കൂടുതൽ ഫീച്ചേഴ്സൊക്കെ നൽകുന്ന ഒരു ഇയർബഡ്സ് തന്നെയാണ് CMF ബഡ്സ്. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തുടർന്നും ഇതുപോലുള്ള ഹെൽപ്ഫുൾ വീഡിയോസുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതൊരു സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.